മേഘാലയയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ NPP എനിക്ക് തോന്നുന്നു ആൻസ്ലയാണ് രാവിലെ മുതൽ ഈ മേഘാലയ നോക്കിയിരുന്നത്. മേഘാലയയിൽ NPP ഇപ്പോൾ 24 സീറ്റിൽ അധികാരം ഉറപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. BJP അവിടെ തകർന്നടിയുന്ന ഒരു കാഴ്ച കൂടി ഉണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ NPP അവിടെ ഒരു അധികാരത്തിൽ എത്തുകയും സർക്കാർ രൂപീകരിക്കും എന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഭദ്ര, നമുക്കറിയാം എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് NPP മേഘാലയയിൽ അധികാരത്തിൽ വരുമെന്നാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി NPP മാറുമെന്നതാണ്. വോട്ടെണ്ണൽ ആരംഭിച്ച് 5 മണിക്കൂർ പിന്നിടുമ്പോൾ ആ എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിവെക്കുന്ന രീതിയിലാണ് മേഘാലയയിലെ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ കാര്യം മേഘാലയയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ തവണ 2018 മേഘാലയ ഇലക്ഷനിൽ 21 സീറ്റ് നേടിയ കോൺഗ്രസ് പാർട്ടി ഇത്തവണ 17 സീറ്റുകൾ കുറഞ്ഞ് 4 സീറ്റിലേക്ക് മേഘാലയയിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. വലിയ തരത്തിലുള്ളൊരു വ്യത്യാസം മേഘാലയയിൽ ഇത്തവണ അവരുടെ വോട്ട് ശതമാനത്തിലും ഉണ്ടായിട്ടുണ്ട്. ദേശീയ തലത്തിലോ നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഭാരത് ജോഡോ യാത്ര അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്ലീനറി സമ്മേളനം, പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ, ഇവയൊന്നും തന്നെ യാതൊരു തരത്തിലും മേഘാലയയിലെ ജനങ്ങൾക്കിടയിൽ കോൺഗ്രസിന് വലിയ രീതിയിലുള്ളൊരു സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 17 സീറ്റുകളുടെ കുറവാണ് 2018 നിന്ന് 2023 വന്നപ്പോൾ കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നത് എന്നതും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ തകർച്ച എത്രത്തോളം എന്നതും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം 20 സീറ്റുകൾ ഉണ്ടായിരുന്ന NPP ഇത്തവണ ലീഡ് നില വരുന്ന സമയത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 24ലേക്ക് NPPയുടെ ലീഡ് ഉയർന്നതായി കാണാം. കഴിഞ്ഞ തവണ 2 സീറ്റുകൾ ഉണ്ടായിരുന്ന BJP 1 സീറ്റും കൂടെ ഉയർന്ന് ഇപ്പോൾ 3 സീറ്റുകളിലാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.